Hi all. Next we will start the topic SQL injection attack. ഇപ്പോൾ എന്താണ് SQL injection attack? ഇപ്പോൾ എന്താണ് SQL എന്ന് നമുക്കറിയാം, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പോൾ ആ SQL യൂസ് ചെയ്തിട്ട് ഡേറ്റാബേസിലേക്ക് നടത്തുന്ന ഒരു അറ്റാക്കിനെയാണ് നമ്മൾ SQL injection attack എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റയിൽ ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ട് ഒരു അറ്റാക്ക് പെർഫോം ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻ അറ്റാക്ക്. ഇതൊരു ഇഞ്ചക്ഷൻ അറ്റാക്കാണ്, അതായത് കോഡ് ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. SQL ഇഞ്ചക്ഷൻ മീൻസ് ഇഞ്ചക്ട് SQL ക്വറി ത്രൂ ഇൻപുട്ട് ഫീൽഡ്. ഇൻപുട്ട് ഫീൽഡ് വഴി ഒരു SQL ക്വറിയിലൂടെ ഒരു അറ്റാക്കർ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് കോഡ് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. To perform this attack, need a web browser and some guesses to work to find important tables and field names. അപ്പോൾ ഇത് ഒരു SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കറിന് ആവശ്യമുണ്ട്, ഒരു വെബ് ബ്രൗസറും ആവശ്യമുണ്ട്, സം ഗസ്സസ് ടു വർക്ക് ടു ഫൈൻഡ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് ടേബിൾസ് ആൻഡ് ഫീൽഡ് നെയിംസ്. അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾസ് അല്ലെങ്കിൽ ഫീൽഡ് നെയിമിനെ കുറിച്ചുള്ള ഒരു ഗസ്സും കൂടെ വേണം. എന്ത് ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്, എന്തായിരിക്കാം ടേബിളിൻ്റെ നെയിം, അങ്ങനെയുള്ളൊരു ചെറിയ ഇൻഫർമേഷൻസ് കൂടെ അറ്റാക്കറിനുണ്ടെങ്കിൽ മാത്രമാണ് ഈ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ആൻ അറ്റാക്കർ റിയലൈസസ് ദാറ്റ് ദ സിസ്റ്റം ഈസ് വൾണറബിൾ ദെൻ പെർഫോം SQL ഇഞ്ചക്ഷൻ അറ്റാക്ക്. ഇപ്പോൾ ഒരു അറ്റാക്കർ ഒരു സിസ്റ്റം വൾണറബിൾ മീൻസ് വീക്കാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ അറ്റാക്കർ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു SQL ക്വറി യൂസ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയാണ് സിസ്റ്റം വൾണറബിൾ എന്ന് നോക്കുന്നു, ദെൻ അങ്ങനെ വൾണറബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അറ്റാക്കർ പെർഫോംസ് അൺഓതറൈസ്ഡ് വ്യൂവിംഗ് ഓഫ് യൂസർ ലിസ്റ്റ്, ഡിലീഷൻ ഓഫ് എൻറ്റയർ ടേബിൾ, മോഡിഫിക്കേഷൻ ഓഫ് ദി ഡേറ്റ എക്സെട്ര. അപ്പോൾ അറ്റാക്കർ എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, ഒരു ഡേറ്റ അല്ലെങ്കിൽ യൂസറിൻ്റെ ലിസ്റ്റ് വ്യൂ ചെയ്യുന്നു, ദെൻ എൻറ്റയർ ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എൻറ്റയർ ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അറ്റാക്കറിന് പെർഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അറ്റാക്കർ യൂസ് SQL ഇഞ്ചക്ഷൻ ടു ഫൈൻഡ് ക്രെഡൻഷ്യൽസ് ഓഫ് അതർ യൂസർ ഇൻ ദ ഡേറ്റാബേസ്. ഇപ്പോൾ ഡേറ്റാബേസിൽ വേറെയും യൂസേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു അറ്റാക്കർ SQL ഇഞ്ചക്ഷൻ വഴി ആ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുവാണെങ്കിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല യൂസേഴ്സിൻ്റെ ക്രെഡൻഷ്യൽസ് മീൻസ് ലോഗിൻ നെയിമും പാസ്വേഡും അങ്ങനെയുള്ള യൂസറിൻ്റെ ഇൻഫോർമേഷൻസ്, ബേസിക് ഇൻഫോർമേഷൻസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഇതിനകത്തൊരു ബേസിക് ആയിട്ടൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് SQL ഇഞ്ചക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഗറിനകത്ത് ഇവിടെ ഒരു SQL ക്വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂസറാണ്. ആ യൂസർ പ്രൊവൈഡ്സ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാബേസിലേക്ക് കയറുന്നത്. ദെൻ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഡേറ്റാബേസിലേക്ക് കയറുന്നു. ദെൻ ഇവിടെ സൈഡിലായിട്ടൊരു അറ്റാക്കറിനെ കാണിച്ചിട്ടുണ്ട്. അറ്റാക്കർ എന്താ സെൻഡ് ചെയ്യുന്നത്, സെൻഡ് മലീഷ്യസ് കോഡ് യൂസിങ് SQL ഇഞ്ചക്ഷൻ. SQL ഇഞ്ചക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് മലീഷ്യസ് ആയിട്ടുള്ള കോഡ് അറ്റാക്കർ സെൻഡ് ചെയ്യുന്നു. അറ്റാക്കർ നേരെ അത് വെബ് സെർവറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ വന്നേക്കുന്ന യൂസർ നെയിമും പാസ്വേഡും എല്ലാം അറ്റാക്കർ കൊടുക്കുന്ന ബേസ് ചെയ്തിട്ടാണ് സെർവറിലേക്ക് പോകുന്നു. ദെൻ സെർവർ ചെക്ക് ഫോർ കറക്റ്റ് പാസ്വേഡിന് വേണ്ടിയിട്ട് സെർവർ ചെക്ക് ചെയ്യുമ്പോൾ അത് എൻ്റെ ഡേറ്റാബേസിലേക്ക് പോകുന്നു. ഇവിടെ വെബ് സെർവറാണ്. ദെൻ വെബ് സെർവർ കറക്റ്റ് പാസ്വേഡിന് വേണ്ടിയിട്ട് SQL സെർവറിലേക്ക് കൊടുക്കുന്നു. SQL സെർവർ എന്ത് ചെയ്യുന്നു, അത് യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻസ് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, അറ്റാക്കറിലേക്കാണ്. അറ്റാക്കർ ഗെറ്റ്സ് ലോഗ്ഡ് ഇൻ ടു ദി SQL സെർവർ യൂസിങ് SQL ഇഞ്ചക്ഷൻ. ഇപ്പോൾ നമുക്കൊരു ഡേറ്റാബേസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നോർമൽ യൂസർ എന്ത് ചെയ്യുന്നു, യൂസർ നെയിമും പാസ്വേഡ് സെൻഡ് ചെയ്യുന്നു. അത് ഓക്കെ ആണെങ്കിൽ അയാൾക്ക് കയറാൻ പറ്റും. പക്ഷേ ഇവിടെ അറ്റാക്കർ എന്ത് ചെയ്യുന്നു, ഒരു യൂസർ നെയിമും പാസ്വേഡും വേറെ കൊടുത്തിട്ട് അയാൾ അതാണെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കലിലൂടെ, അത് നമുക്ക് എങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്ത് അത് നോക്കാം. നേരെ അത് വെബ് സെർവറിലേക്ക് പോകുന്നു. വെബ് സെർവർ അത് SQL സെർവറിലേക്ക് കൊടുക്കുന്നു. SQL സെർവർ അത് വെരിഫൈ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് SQL സെർവർ എന്താണോ യൂസറിൻ്റെ റിക്വസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് SQL ഇഞ്ചക്ഷൻ്റെ ഒരു ബേസിക് ഫിഗർ.
ദെൻ അറ്റാക്കർ വർക്ക്സ് ഓൺ ഡൈനാമിക് എസ്ക്യൂഎൽ സ്റ്റേറ്റ്മെൻറ്റ്. അറ്റാക്കർ വർക്ക് ചെയ്യുന്നത് ഡൈനാമിക് എസ്ക്യൂഎൽ സ്റ്റേറ്റ്മെൻറ്റിനകത്താണ്. ഡൈനാമിക് എസ്ക്യൂഎൽ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് റൺ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന എസ്ക്യൂഎൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ റൺ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് റൺ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അറ്റാക്കർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ദെൻ എസ്ക്യൂഎൽ ഇഞ്ചക്ഷൻ യൂഷ്വലി ഒക്കേഴ്സ് വെൻ യു ആസ്ക് എ യൂസർ ഫോർ ഇൻപുട്ട് ലൈക്ക് ദെയർ യൂസർ നെയിം യൂസർ ഐ ഡി. അതായത് എസ്ക്യൂഎൽ ഇഞ്ചക്ഷൻ മെയിനായിട്ടും ഒക്കർ ചെയ്യുന്നത് നമ്മളൊരു യൂസറിനോട് യൂസറിൻ്റെ പാസ്വേഡും ഐ ഡിയും കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് പേജ് വരുമ്പോൾ മാത്രമാണ് മെയിനായിട്ടും എസ്ക്യൂഎൽ ഇഞ്ചക്ഷൻ അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അറ്റാക്ക് പെർഫോം ചെയ്യണമെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിളിനകത്ത് ഒരു കോഡാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റ് യൂസർ ഐ ഡി എന്നുള്ള ഒരു വേരിയബിൾ നെയിമാണ് ഈക്വൽ ടു ഗെറ്റ് റിക്വസ്റ്റ് സ്ട്രിങ് ഓഫ് യൂസർ ഐ ഡി. അതായത് യൂസർ ഐ ഡി എന്ന പേരിൽ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. യൂസർ ഐ ഡി എന്നുള്ള പേരിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് ആ ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കാനാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ടെക്സ്റ്റ് യൂസർ ഐ ഡി ഈക്വൽ ടു ഗെറ്റ് റിക്വസ്റ്റ് സ്ട്രിങ് ഓഫ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂസർ ഐ ഡി എന്ന പേരിൽ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ റൈറ്റ് ചെയ്യുന്നത് എഴുതുന്നത് അതിങ്ങോട്ട് എടുത്ത് വയ്ക്കുക, ടെക്സ്റ്റ് യൂസർ ഐ ഡിയിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് യൂസർ ഐ ഡി. എന്താണോ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ആ ഇൻപുട്ടും ഡേറ്റാബേസിലെ ഇൻപുട്ടും ഓക്കെ ആവുന്ന ഒരു ഈക്വൽ ടു വരുന്ന കേസിലുള്ള എല്ലാ റോസും റിട്ടേൺ ചെയ്യാനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള കമാൻഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇൻപുട്ട് 105 എന്നായിരുന്നെങ്കിൽ ഇവിടെ വിഷയമില്ല. കാരണം ഈ 105 നേരെ എങ്ങോട്ട് പോകും, ഈ യൂസർ ഐ ഡിയിലേക്ക് പോകും. യൂസർ ഐ ഡി 105 ആയിട്ടുള്ള എല്ലാ യൂസറിൻ്റെ ഡേറ്റയും റിട്ടേൺ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു അറ്റാക്കർ പെർഫോം ചെയ്യുന്നത് 105 ഓർ 1 ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് 105 അല്ലെങ്കിൽ 1 ഈക്വൽ ടു 1. 1 ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ 105 ഓർ 1 ഈക്വൽ ടു 1. അപ്പോൾ 1 ഈക്വൽ ടു 1 എന്താണേലും ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണോ ഇൻപുട്ട് സ്ട്രിങ് കൊടുക്കുന്നത് അത് നേരെ ഇവിടെ വരും. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു 105 ഓർ 1 ഈക്വൽ ടു 1. അങ്ങനെയാക്കി ഇത് SQL എടുക്കും. 1 ഈക്വൽ ടു 1 എന്നുള്ള അനദർ സ്റ്റേറ്റ്മെൻറ്റ് പോലെ എടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്, യൂസർ ഐ ഡി 105 ആണോ ഓർ അല്ല എങ്കിൽ എന്താണ് 1 ഈക്വൽ ടു 1 ആണോ. 1 ഈക്വൽ ടു 1 ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും, എല്ലാ യൂസേഴ്സിൻ്റെ എല്ലാ റോയും റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു അറ്റാക്കറിന് ഈ ടേബിളിലെ യൂസർ എന്നുള്ള ടേബിളിലെ എല്ലാ റോയും റിട്ടേൺ ചെയ്ത് കിട്ടും. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചേക്കുന്ന ഒരു വെബ് ക്ലയൻറ്റ്. ദെൻ ആ വെബ് ക്ലയൻറ്റ് കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് ഇങ്ങനെയാണ്. അതൊരു സെർവറിലേക്ക് പോകും, സെർവറിൽ നിന്ന് അത് ഡേറ്റാബേസിലേക്ക് പോകും. ഡേറ്റാബേസിൽ നോക്കുമ്പോൾ യൂസേഴ്സ് ഈക്വൽ ടു ABC ഓർ 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു 1 കറക്റ്റ് ആണ്. 1 ഈക്വൽ ടു 1 പറയുമ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്ന് എല്ലാ ഡേറ്റ എടുക്കാനാണ്. അപ്പോൾ ഡേറ്റ ഓഫ് ഓൾ യൂസേഴ്സ് റിട്ടേൺഡ്, എല്ലാ യൂസേഴ്സും റിട്ടേൺ ടു ഇങ്ങോട്ട് വരും, സെർവറിലേക്ക് വരും. ഇത് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ക്ലയൻറ്റ് ആരാണ്, അറ്റാക്കറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇൻപുട്ട് ക്വറീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള SQL കമാൻഡ്സ് കൊടുത്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് SQL ഇഞ്ചക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി അനദർ ടൈപ്പ് ഓഫ് SQL ഇഞ്ചക്ഷൻ ഒരു എക്സാമ്പിളാണ് SQL ഇഞ്ചക്ഷൻ ബേസ്ഡ് ഓൺ ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റ്. ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അറ്റാക്ക് പെർഫോം ചെയ്യാം. എന്താണ് ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റ്? ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ സെമിക്കോളൻ. സെമിക്കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് സെമിക്കോളൻ ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ്. ഇതൊരു ബാച്ച്ഡ് SQL സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ നോക്കി സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്ന് പറയുമ്പോൾ യൂസേഴ്സിലെ എല്ലാ റോയും സെലക്ട് ചെയ്യും. ദെൻ സെമിക്കോളം വരുമ്പോൾ അടുത്ത കമാൻഡായിട്ട് എടുക്കും ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ്. ദാറ്റ് മീൻസ് സപ്ലയർ എന്നുള്ളൊരു ടേബിളിനെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് നോർമലി നടക്കുന്നത്. ഇനി ഇവിടെ ഒരു അറ്റാക്കർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് എങ്ങനെയാണെന്ന് വിചാരിക്കുക.
ദെൻ യൂസർ ഐ ഡിയിൽ നമ്മൾ ഇൻപുട്ടായിട്ട് 105 ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ യൂസർ ഐ ഡിയിൽ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് നേരെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരും. അപ്പോൾ 105 ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ് എന്നുള്ളത് ഇവിടെ വരും. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു 105 ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ താഴെ റിസൾട്ട് ഇങ്ങനെയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി 105 ആയിട്ടുള്ള എല്ലാ റോയും റിട്ടേൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്തെടുക്കും? ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ്. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? സപ്ലയർ എന്നുള്ള ടേബിൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നത് വഴി ഒരു അറ്റാക്കറിന് നമ്മൾ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മെത്തേഡ്സ് SQL ഇഞ്ചക്ഷൻ നടത്താനുള്ള. ഒന്ന് ഇൻപുട്ട് വഴിയും രണ്ടാമത്തെ ബാഷ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് വഴി സെയിം തന്നെ. ഇനി അടുത്ത ഹൗ ടു പ്രിവെൻറ്റ് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക്. ഫസ്റ്റ് വൺ ഈസ് വാലിഡേറ്റിംഗ് യൂസർ ഇൻപുട്ട്. യൂസർ ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. സെക്കൻഡ് വൺ ഈസ് യൂസ് SQL പാരാമീറ്റേഴ്സ് ഫോർ പ്രൊട്ടക്ഷൻ. SQL പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുക. SQL പാരാമീറ്റേഴ്സിന് ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റ് യൂസർ ഐ ഡി ഈക്വൽ ടു ഗെറ്റ് റിക്വസ്റ്റ് സ്ട്രിങ് യൂസർ ഐ ഡി. അത് കഴിഞ്ഞിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു. അപ്പോൾ അവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുവാണ്. ആ പാരാമീറ്ററൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ഷൻ കുറച്ചും കൂടെ എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ലിമിറ്റിംഗ് പ്രിവിലേജസ് ലിമിറ്റ് ചെയ്യുക. ആർക്കൊക്കെ ആക്സസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലിമിറ്റേഷൻസ് കൊടുക്കുക. നെക്സ്റ്റ് ഹൈഡിങ് ഇൻഫർമേഷൻ ഫ്രം എറർ മെസ്സേജ്. അതായത് എറർ മെസ്സേജ് വഴി കുറച്ച് ഇൻഫർമേഷൻസ് ഡേറ്റ കിട്ടും. അതായത് എന്താണ് ഡേറ്റാബേസിൻ്റെ പേര്, ഇന്ന ഡേറ്റാബേസിൽ ഇന്ന ഭാഗത്താണ് എറർ വന്നേക്കണേ എന്നുള്ള എറർ മെസ്സേജ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത് വഴി അറ്റാക്കറിന് ആ ഡേറ്റാബേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതുവഴി അറ്റാക്കറിന് അറ്റാക്ക് പെർഫോം ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് അപ്ഡേറ്റിംഗ് യുവർ സിസ്റ്റം. നെക്സ്റ്റ് കീപ്പിംഗ് ഡേറ്റാബേസ് ക്രെഡൻഷ്യൽസ് സെപ്പറേറ്റഡ് ആൻഡ് എൻക്രിപ്റ്റഡ്. ഡേറ്റാബേസിൻ്റെ ക്രെഡൻഷ്യൽസ്, ദാറ്റ് മീൻസ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന യൂസറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക, എൻക്രിപ്റ്റഡ് ആയിട്ട് വയ്ക്കുക. നെക്സ്റ്റ് പോയിന്റ് ഡിസേബിളിംഗ് ഷെൽ ആൻഡ് അതർ ഫങ്ഷണാലിറ്റി യു ഡോണ്ട് നീഡ്. നമുക്ക് ഇല്ലാത്ത എല്ലാ ഷെൽ ആൻഡ് അതർ ഫങ്ഷണാലിറ്റീസ് എല്ലാം എന്ത് ചെയ്ത് വയ്ക്കുക? ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം SQL ഇഞ്ചക്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ടും SQL ഇഞ്ചക്ഷൻ അറ്റാക്കിനെ കുറിച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് പറയും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.